വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ CPIM വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ലക്ഷ്യം വെച്ചാണ് പുതിയ നീക്കങ്ങളെന്നാണ് സൂചന. MV ഗോവിന്ദന് PV അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. അതേസമയം തനിക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പുതുമയില്ലെന്ന് ദ വീക്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ P ശശി പറഞ്ഞു. ഭയമില്ലെന്നും P ശശി പ്രതികരിച്ചു. VA ഗിരീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തുനിന്ന് ഗിരീഷ്, ആരാണ് അപ്പോൾ PV അൻവർ MLA പിന്നിൽ എന്ന ചോദ്യം ഉയർന്നപ്പോൾ ദൈവം മാത്രമേ തൻ്റെ പിന്നിലുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് PV അൻവർ. ഇത് പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കാൻ പോകുന്നു, അതിൽ അന്വേഷണം നടത്താൻ പോകുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് ചർച്ച ചെയ്യുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണങ്ങളും പരിശോധിക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ CPM-ൽ നടക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമാണ് PV അൻവറിൻ്റെ ഈ ആരോപണങ്ങളും പരാതികളും എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോഴെത്തുന്നത്? വിജയകുമാർ, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദമുണ്ട് എന്നത് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംബന്ധിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് ADGP MR അജിത് കുമാറിനെതിരെയുള്ള പരാതികളാണ് വിശദീകരിച്ചതെങ്കിൽ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ട് കണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ P ശശി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള പരാതികളാണ് ഇക്കാര്യത്തിൽ നൽകിയത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് അന്വേഷണം നടത്തേണ്ടി വരും. അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിലുള്ള വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടി ഒരു വിശദമായ അന്വേഷണത്തിന് കൂടി ആലോചിക്കുന്നുണ്ട്. കാരണം അത്രയും ഗൗരവമായ ആരോപണങ്ങളാണ് P ശശിക്കെതിരെ ഉയർന്നത്. ഇപ്പോൾ PV അൻവർ ഇത് പരസ്യമായി ഉന്നയിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായതാണ്. മാത്രമല്ല, ജനങ്ങളെ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും അകറ്റുന്നതിന് പോലീസ് ഒരു കാരണമായി എന്ന് അന്നും പാർട്ടി വിലയിരുത്തിയിരുന്നു. പോലീസിനെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാണ് എന്ന ഒരു ആരോപണം കൂടി ആ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ ഉയർന്നു വന്നതാണ്. സ്വാഭാവികമായും ഇത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന ചില ആരോപണങ്ങളാണ് ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. PV അൻവർ ഒരു പാർട്ടി അംഗമല്ല, ഒരു സ്വതന്ത്ര MLA ആണ്. സ്വാഭാവികമായും ഒരു പാർട്ടി അംഗം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, പരസ്യമായി ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് പാർട്ടി നടപടി നേരിടേണ്ടി വരും. കാരണം ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച ആരോപണം ഉന്നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ PV അൻവറിന് ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടി പിന്തുണയുടെ ഭാഗമാണ് എന്നുകൂടി ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ പാർട്ടി ഏത് തരത്തിലുള്ള നിലപാടെടുക്കുന്നു, P ശശിക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതായാലും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പാർട്ടി ഒരു നിലപാടിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വളരെ കാര്യമായി ഗൗരവമായി അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. വിജയകുമാർ, സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെ CPM കാണുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ, ആക്രമണങ്ങൾ അത് പുതുമയല്ല എന്നാണ് P ശശി ദ വീക്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഭയമില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോകുന്നു. കണ്ണൂർ നഗരത്തിൽ മരത്തിനു മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടരുന്നു. വനം വകുപ്പ് ജീവനക്കാർ മരത്തിൽ കയറിയാണ് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, ഈ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ആ മരത്തിന് മുകളിൽ കുടുങ്ങിയിട്ട് കുറച്ച് ദിവസമായോ? വിജയകുമാർ, ഏതാണ്ട് 4 ദിവസമാകുന്നു കണ്ണൂർ നഗരത്തിനടുത്ത കക്കാട് റോഡിലെ പുഴാതി ഹൗസിംഗ് കോളനിക്ക് സമീപമുള്ള വീടിനോടൊക്കെ ചേർന്ന ഒരു മാവിൻ്റെ മുകളിലാണ് നിലവിൽ പെരുമ്പാമ്പ് ഉള്ളത്. ഇരവിഴുങ്ങിയ ശേഷമാണ് മുകളിലേക്കുള്ളത്. കുറച്ച് ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇരവിഴുങ്ങിയതിന് ശേഷം മാവിൻ്റെ മുകളിലേക്ക് കയറിയതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിന് ശേഷം വനം വകുപ്പ് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. അവരാണ് ഇപ്പോൾ ഇവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ടീമാണല്ലേ? അതെ, നമ്മുടെ
മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്കിൻ്റെ പ്രവർത്തകരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ദിവസമായിട്ട് ഈ പാമ്പ് ഇവിടെ ഉണ്ടല്ലേ? 2-3 ദിവസമായിട്ട് ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത് ഇറങ്ങി പോകേണ്ടതാണ്, പോയില്ല. അതിൻ്റെ ഒരു അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ ഭീതി അതെ ജനങ്ങളുടെ ഭീതി അകറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. വളരെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം 2 ആൾക്കാരാണ്. കണ്ണൂർ നഗരത്തിലാണ് ഒരു മരത്തിന് മുകളിൽ ഈ പെരുമ്പാമ്പ് കുടുങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് ആ മരത്തിന് മുകളിൽ തുടരുകയാണ്. അതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വനം വകുപ്പ് ജീവനക്കാർ മരത്തിൽ കയറിയിട്ടുണ്ട്, പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. സജോ, തുടരാം. അത്യന്തം സാഹസികമാണ്. കാരണം ഈ മാവിന്റെ മുകളിൽ കയറി നിൽക്കണം. സാമാന്യം നല്ല ഉയരത്തിലുള്ള ഒരു മാവാണ്. ഒപ്പം ഈ പാമ്പിന് വളരെ എളുപ്പത്തിൽ വലിയ വെയിറ്റ് ഉണ്ട്. വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അങ്ങനെ എളുപ്പത്തിൽ പാമ്പിനെ പിടികൂടി സാധാരണഗതിയിൽ അവർ പാമ്പിനെ പിടികൂടുന്ന കവറിലേക്ക് ആക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഒപ്പം വലിയ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. മാവിന്റെ മുകളിലാണ്, നല്ല ഉയരത്തിലാണ്, ശിഖരത്തിലൊക്കെ കയറി നിന്നാണ് ഈ റെസ്ക്യൂ പ്രവർത്തകർ പാമ്പിനെ പിടികൂടി ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല എന്നതാണ്. കുറച്ചധികം ദിവസങ്ങളിലായി ഈ കണ്ണൂർ നഗരത്തോട് തന്നെ ചേർന്നുള്ള കക്കാട് റോഡിലെ ഈ പുഴാതി ഹൗസിംഗ് കോളനിക്ക് സമീപം ധാരാളം വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ പിന്നീട് ഈ പാമ്പ് മരത്തിന് മുകളിലേക്ക് കയറി അവിടെ നിലയുറപ്പിച്ചതോടുകൂടിയാണ് ആളുകൾക്ക് ഒരു ആശങ്കയും ഒക്കെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് വനം വകുപ്പ് ഒരു സംഘത്തെ തന്നെ, റെസ്ക്യൂ ടീമിനെ തന്നെ നിയോഗിച്ച് പാമ്പിനെ പിടികൂടി ഈ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി മാറ്റാനുള്ള തീരുമാനമെടുത്തത്. പിന്നീട് 2 പേർ മരത്തിന് മുകളിലേക്ക് അവിടെ കയറി പാമ്പിനെ കവറിലേക്ക് ആക്കി, അല്ലെങ്കിൽ അവർ സാധാരണ ഉപയോഗിക്കുന്ന സഞ്ചിയിലേക്ക് മാറ്റി പിന്നീട് ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റാമെന്നായിരുന്നു അവരുടെ ശ്രമം, പദ്ധതി. പക്ഷെ അതിപ്പോൾ ഏതാണ്ട് കുറച്ചധികം സമയമായി, ഏതാണ്ട് മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം, അത്രയധികം സമയമായി അവർ ആ ദൗത്യം അങ്ങനെ തുടരുകയാണ്. പക്ഷെ അതൊരു ഒട്ടും എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പാമ്പ് വഴുതി മാറി പല സ്ഥലങ്ങളിലേക്ക്, പല ശിഖരങ്ങളിലേക്ക് പോകുന്നു. ധാരാളം വള്ളികളൊക്കെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു മാവ് കൂടിയാണ്. അതൊക്കെ കുറച്ച് വെട്ടിമാറ്റി, വള്ളികളൊക്കെ വെട്ടിമാറ്റി വളരെ എളുപ്പം പിടികൂടാം എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ശ്രമം. പക്ഷെ അതും വിഫലമാകുന്നതാണ് കണ്ടത്. അത്ര എളുപ്പമല്ല. കുറേയധികം മണിക്കൂറുകളായി തന്നെ ഇതിനുവേണ്ടി പാമ്പിനെ പിടികൂടാനായി നിയോഗിക്കപ്പെട്ട 2 പേർ മരത്തിന് മുകളിൽ തന്നെയുണ്ട്. സാധാരണഗതിയിൽ നിലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതലത്തിൽ നിന്ന് പിടികൂടുന്നത് പോലെയല്ല, മരത്തിന് മുകളിലാണ്. അത് ഓരോ ജില്ലകളിൽ നിന്ന് മറ്റൊരു ജില്ലകളിലേക്ക് ചുറ്റിപ്പിണഞ്ഞ് മാറിപ്പോകുന്നു. അവിടെ തന്നെ ബലം പ്രയോഗിച്ച് ആ ജില്ലയിൽ തന്നെ വട്ടം ചുറ്റി കിടക്കുന്നു. അങ്ങനെ വരുമ്പോൾ പുറകിൽ നിന്ന് വലിച്ചാൽ തന്നെ പാമ്പിനെ ലഭ്യമായി. ശരി സജോ, തുടരുക. കഴിഞ്ഞ 3 ദിവസമായി പാമ്പ് മരത്തിന് മുകളിലുണ്ട്. അപ്പോൾ അതിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാർക്ക് ഒരു ആശങ്കയുണ്ട് ഈ പാമ്പ് മരത്തിന് മുകളിൽ തുടരുന്നതിൽ. അതിൽ താഴെ ഇറക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ദൗത്യം തുടരുകയാണ്. ഈ ദൃശ്യങ്ങൾ പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിൻ്റെതാണ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയത്. SP ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് പോലീസ് നടപടി തുടങ്ങിയത്. പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, പ്രവർത്തകർക്ക് പരിക്കേറ്റോ? ലാത്തി ചാർജ് എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നോ അവിടെ? വിജയകുമാർ, SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച്, അതിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സംഘം ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പ്രവർത്തകരെ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം. ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ ചെറുത്തുനിൽപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തിന്മേലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, പോലീസ് ക്രിമിനലുകളെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ
യൂത്ത് കോൺഗ്രസ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നത്. ആ മാർച്ച് അവർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് പോലീസ് നീക്കിയിരിക്കുകയാണ്. കാര്യമായ ചെറുത്തുനിൽപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് സേന കൂടുതലുണ്ടായിരുന്നതിനാൽ, ആളുകൾ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നതിനാൽ തുടക്കത്തിൽ തന്നെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. വിജയകുമാർ. യെസ്, PV അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. കാസർഗോഡും പാലക്കാടും SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. വീണ്ടും നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ നഗരത്തിൽ ഒരു മരത്തിനു മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ വനം വകുപ്പ് പിടികൂടി എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അത് സഞ്ചിയിലാക്കിയിട്ടുണ്ട്, അതിനെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, കുറേയേറെ മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഇപ്പോഴത് അതിനെ പിടികൂടി താഴെ എത്തിച്ചു അല്ലേ? വിജയകുമാർ, ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കണ്ണൂർ നഗരത്തിലെ കണ്ണൂർ നഗരത്തിലെ കക്കാട് പുഴാതി ഹൗസിംഗ് കോളനിക്ക് സമീപം മരത്തിന് മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി താഴെ ഇറക്കിയിരിക്കുകയാണ്. 2 റെസ്ക്യൂവർമാരാണ് ഏറെ നേരമായി ഈ മരത്തിന് മുകളിൽ പണിപ്പെട്ടത്. അപകട സാധ്യത അടക്കമുണ്ടായിരുന്നു. മരത്തിന് മുകളിലെ ചില്ലകളിലൊക്കെ നിന്നാണ് ഏറെ നേരം പണിപ്പെട്ടാണ് ഈ കൂറ്റൻ പെരുമ്പാമ്പിനെ അവർ ഇപ്പോൾ പിടികൂടി സഞ്ചിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഇനി ഇവിടെ നിന്ന് സുരക്ഷിതമായി മറ്റെവിടെയെങ്കിലും തുറന്നു വിടുക എന്നതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. പ്രത്യേക റെസ്ക്യൂ ടീമിനെയും ഈ സ്ഥലത്തേക്ക് എത്തിച്ചു. ഏതാണ്ട് 3 ദിവസത്തിലധികമായി, 4ാമത്തെ ദിവസമാണ് ഈ പാമ്പിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 ദിവസത്തോളമായി ഒരു വലിയ മാവാണ് ഈ മാവിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇര വിഴുങ്ങിയതിന് ശേഷം മുകളിലേക്ക് കയറി പിന്നീട് ആ മരത്തിന് മുകളിൽ കുട്ടിയിലായിരുന്നു. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്വയമേവ ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ഹൗസിംഗ് കോളനിയാണ്, ചുറ്റുവട്ടത്തും ധാരാളം വീടുകൾ. ആളുകളുടെ ഒരു ആശങ്ക പരിഗണിച്ചാണ് ഇവിടെ നിന്ന് സുരക്ഷിതമായി പിടികൂടി മാറ്റാം എന്നൊരു തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസ്ക്യൂ സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചത്. അവരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. വളരെ സുരക്ഷിതമായി തന്നെ പാമ്പിനെ താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഏറെ നേരം പണിപ്പെട്ടു ഉദ്യോഗസ്ഥർ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറെ നേരം ഈ ദൗത്യം നീണ്ടു നിന്നു. കാരണം ഈ മരത്തിന് മുകളിലാണ്, ചില്ലകൾക്ക് മുകളിലാണ്, നല്ല ഉയരമുണ്ട് മാവിന്. അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. റെസ്ക്യൂ പ്രവർത്തനം എന്നത് അല്പം അപകടം പിടിച്ചതായിരുന്നു. ഒടുവിൽ അവർ സുരക്ഷിതമായി തന്നെ പെരുമ്പാമ്പിനെ പിടികൂടി അവർ താഴെ എത്തിച്ചിരിക്കുന്നു. ഏറെ നേരം പണിപ്പെട്ടു, ഏറെ നേരം അവർ അധ്വാനിച്ചു. അതിനുശേഷമാണ് ഈ കൂറ്റൻ പെരുമ്പാമ്പിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. സുരക്ഷിതമായി ഇവിടെ നിന്ന് നീക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഏതായാലും ഈ നഗരത്തെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ ഏറെ നേരം മുൾമുനയിൽ നിർത്തിയതിന് ശേഷം സുരക്ഷിതമായി തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ, അതായത് ഈ മാവ് നിൽക്കുന്നത് ധാരാളം കുട്ടികളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴിയോട് ചേർന്നാണ്, ഒരു പ്രധാന പാതയോട് ചേർന്നാണ്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ആളുകളുടെ ആശങ്ക. ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അത് അവരുടെ ഒരു ആശങ്കയാണ്. ആ ആശങ്ക പരിഗണിച്ചാണ് വളരെ വേഗത്തിൽ തന്നെ പിടികൂടുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയത്. അതിനുശേഷം ഏറെ നേരം പണിപ്പെട്ടു. സാധാരണഗതിയിൽ പാമ്പുകളെയൊക്കെ പിടികൂടുന്നത് വീടുകൾക്കകത്തുനിന്നോ അല്ലെങ്കിൽ സാധാരണ പ്രതലത്തിൽ നിന്നോ ഒക്കെയാണ്. അപ്പോൾ സുരക്ഷിതമായി നിൽക്കാൻ കഴിയുമായിരുന്നു. അത് പക്ഷേ അല്ലെങ്കിൽ റെസ്ക്യൂവർമാർക്ക് അത് കഴിഞ്ഞിരുന്നില്ല. മരത്തിന് മുകളിൽ കയറണം, ധാരാളം വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഒപ്പം ആ ഒരു സ്ഥലം ഒരു ഒഴിഞ്ഞ കാട് പിടിച്ചൊരു പറമ്പാണ്. വീടുകളോട് ചേർന്നൊരു പറമ്പിലാണ് ഈ കൂറ്റൻ മാവ് ഉള്ളത്. ഒപ്പം അതൊരു റോഡിന് അരികിനോട് ചേർന്നുമാണ്. അതായിരുന്നു ആളുകളുടെ ഒരു ആശങ്ക. അതുകൊണ്ടാണ് അവർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ഇത്തരത്തിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് പോകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതോടൊടുവിൽ വനം വകുപ്പ് അംഗീകരിക്കുകയും റെസ്ക്യൂ ടീമിനെ ഇങ്ങോട്ടേക്ക് നിയോഗിക്കുകയുമായിരുന്നു. ജനവാസ മേഖലയിലായിരുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാമ്പിനെ പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അതിനെ ഒരു സഞ്ചിയിലാക്കി താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ എവിടേക്ക് കൊണ്ടുപോകണമെന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് PV അൻവർ MLA. MR അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന ചോദ്യമാണ് PV അൻവർ ഉയർത്തിയത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വികാരമാണ് താൻ പ്രകടിപ്പിച്ചതെന്ന് PV അൻവർ പറഞ്ഞു. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്.
ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ്മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രി ആയത്, അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.